ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് എൻക്വയറി. ഇന്ന് നമ്മൾ നോക്കുന്നത് കണ്ണൂർ ടൗണിന് ഇപ്പുറത്തുള്ള നമ്മളെ കണ്ണൂർ ബൈപ്പാസ് ഉണ്ടല്ലോ, ആ ബൈപ്പാസിന് ശേഷം ഉള്ള ഒരു ഭാഗമാണ്. അതായത് വളപട്ടണം പാലം മുതലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളപട്ടണം പാലത്തിന്റെ ഇപ്പുറത്ത് ബൈപ്പാസ്, കണ്ണൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് എക്സിറ്റ് ആൻഡ് എൻട്രി കണ്ണൂർ ഭാഗത്ത്, അതായത് മംഗലാപുരം ഭാഗത്തേക്ക് പോകാനും അതേപോലെ മംഗലാപുരത്ത് നിന്ന് കയറാനും ഉള്ള ഒരു വഴി. അവിടുന്ന് ആണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. ഏതാണ്ട് അവിടെ എത്താറായിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയുക, നല്ല രീതിയിലൊരു മാറ്റം ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വഴിക്ക് പോയതിന്റെ ഭാഗമായിട്ട്. ഞാനിപ്പോൾ ഇന്ന് ധർമ്മശാല വരെയാണ് പോകുന്നത്. അതായത് പറശ്ശിനിക്കടവിലേക്ക് നമ്മൾ വളഞ്ഞു പോകുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം വരെയാണ് നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത്. നമ്മളിപ്പോൾ ഏതാണ്ട് ആ ഒരു എക്സിറ്റ് എൻട്രൻസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ടൗൺ ആണ് ഇവിടെ എക്സിറ്റ് എൻട്രൻസ് ആയിട്ട് വരുന്നത്. ഇതൊരു പാപ്പിനിശ്ശേരി ടൗൺ ആണ്. പാപ്പിനിശ്ശേരിയുമായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്ന ഒരു ടൗൺ തന്നെയാണ്. പാപ്പിനിശ്ശേരി ടൗൺ തന്നെയാണ്, വളപട്ടണം ഭാഗത്തുള്ള പാപ്പിനിശ്ശേരി എന്നൊക്കെയാണ് ഈ പറയുന്നത്. എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. ഇവിടെയാണ് നമ്മളെ ബൈപ്പാസ് എൻട്രും എക്സിറ്റും ആവുന്നത് സ്ഥലം ഇവിടെയാണ്. ഇതാണ് നമ്മളെ പ്രസ്തുത സ്ഥലം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ NH66 നോർമൽ റൂട്ടിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് തളിപ്പറമ്പിനടുത്തോളം എത്തുക. തളിപ്പറമ്പിൽ നിന്ന് പിന്നെ തളിപ്പറമ്പ് ബൈപ്പാസ് ഉണ്ട്. ആ ബൈപ്പാസിന്റെ വീഡിയോ എടുക്കണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സമയം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ ഉള്ള ഒരു, അതായത് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ, കാരണം ഈ ജോലി നടക്കുന്ന സ്ഥലത്ത് നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. നമ്മളെ സേഫ്റ്റി നോക്കണം, അങ്ങനെയുള്ള കുറേ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളെ എല്ലാ സമയത്തും അവർ കടത്തി വിടത്തില്ല. അപ്പോൾ എനിക്ക് അധികം ലീവ് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാനുള്ള ടൈം ഇല്ല. അപ്പോൾ അത് അടുത്ത ഘട്ടത്തിൽ ഒരു മാസം 2 മാസത്തിനുള്ളിലായിട്ട് വീണ്ടും മുഴുവൻ വീഡിയോ ഒന്നും കൂടി ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഏതാണ്ട് തൃശ്ശൂർ ഭാഗത്തുള്ള ബൈപ്പാസ് വരെ ഞാൻ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. തൃശ്ശൂർ ഭാഗത്തുള്ള ബൈപ്പാസ് അല്ല, തൃശ്ശൂരിൽ വരെ എത്തി അവിടെയുള്ള റോഡിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ആയി എന്നുള്ള ഒരു നോക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് അടുത്ത ഒരു വീഡിയോ വരുന്നത്. ഇനി കണ്ണൂർ കോഴിക്കോടിന്റെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതും ചെയ്തിട്ട് മാത്രമേ ഞാൻ തിരിച്ചു പോകത്തുള്ളൂ. 1-2 തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്ലോസ്ഡ് ആക്സസ് ആയതുകൊണ്ട് തന്നെ 90% ഭാഗങ്ങൾ ഇതുപോലെ ഫ്ലൈ ഓവർ ആണ് വന്നിട്ടുള്ളത്. ഫ്ലൈ ഓവർ, അതേപോലെ തന്നെ അണ്ടർപാസ്, കുറേ കാര്യങ്ങൾ. അണ്ടർപാസ് കൊടുക്കുന്നത് വളരെ എന്താ പറയുക, ആക്സസ് കുറവാണ്. വലിയ വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അണ്ടർപാസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് പലയിടത്തും. നമ്മളെ ധർമ്മടം മാഹി ബൈപ്പാസിലായാൽ പോലും അത് വളരെ ചെറിയ രീതിയിലുള്ളതായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പാപ്പിനിശ്ശേരി സ്കൂളിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. പാപ്പിനിശ്ശേരി സ്കൂൾ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്ലൈ ഓവറാണ് നമ്മളിപ്പോൾ കഴിഞ്ഞപ്പോൾ കണ്ടത്. നാഷണൽ ഹൈവേയിലുള്ള ഈ പാപ്പിനിശ്ശേരിയിലുള്ള ഒരു അപകട വളവ്, മരണ വളവ് എന്ന് തന്നെ പറയാം. ആ ഒരു വളവൊക്കെ ഈ ഒരു ബൈപ്പാസ് വരുന്നതോടുകൂടി ഈ നാട്ടിലുള്ള ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അപകടങ്ങളുടെ ഒരു നിരക്കും കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒട്ടുമിക്ക ഭാഗങ്ങളിലൊക്കെ ഈ ഒരു സർവീസ് റോഡ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. വളരെ ചുരുക്കം ചില ഭാഗങ്ങളിൽ മാത്രമേ സർവീസ് റോഡ് ഓപ്പൺ ആക്കാത്തതുള്ളൂ. അത് തന്നെ അല്ലറ ചില്ലറ വർക്ക് തീരുന്നതോടുകൂടി ആ ഭാഗത്തും ഒക്കെ സർവീസ് റോഡ് ഓപ്പൺ ആവും എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഡൗണും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അത് ചെയ്യും. ഇതിപ്പോൾ ഒന്ന് നിങ്ങൾ കാണും, കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം പറയൂ. അതിൻ്റെ അകത്ത് ഇത് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിരുന്നു. ജസ്റ്റ് തിരിച്ചിട്ടുള്ള ഇതേ റൂട്ടിലൂടെ തന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴുള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ഈ ഒരു എന്താ പറയാ, വൺ വേ ആയിട്ട് തന്നെ അത്യാവശ്യം വാഹനങ്ങൾ വിട്ടു തുടങ്ങി. അല്ലെങ്കിൽ നല്ല വീതിയുള്ള റോഡിലൂടെ 2 ലൈൻ കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു സഹായം തന്നെയാണ്. വാഹനത്തിന് കുറച്ചുകൂടി വേഗതയിൽ എളുപ്പത്തിൽ പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈ 2-3 റീച്ചിലുള്ളതാണ് പെട്ടെന്ന് വർക്ക് തീരുക എന്നുള്ളൊരു സംസാരം ഇതിനിടയിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു.
NH66 വർക്കിൽ തലപ്പാടി ഭാഗത്തു നിന്നുള്ള വർക്ക് ഏതാണ്ട് 2024 എൻഡോടുകൂടി തന്നെ തീരും. അതേപോലെ തന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ളത് 2025 പകുതിയോടുകൂടി തന്നെ തീർത്ത് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് വർക്ക് അവസാനിപ്പിക്കും എന്നാണ് പ്രതീക്ഷ എന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ അറിയില്ല, അത് കൃത്യമായിട്ടുള്ള ഒരു അറിവല്ല. നമ്മൾ അന്വേഷിക്കുന്ന തലത്തിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായതാണ്, അതൊരു കൺഫേം റിപ്പോർട്ടല്ല. വികസനം നാടിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് പറയുന്നത് ശരി തന്നെയാണെന്നുള്ള ശരിവെക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സ്ഥലങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, എവിടെയാണ് എത്തിയത്, എങ്ങനെയാണ് എത്തിയത് എന്നുള്ളത് കൺഫ്യൂഷൻ ആയിപ്പോ. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ബോർഡൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ കണ്ട ഒരു അണ്ടർപാസ് കണ്ടോ, അത് വളരെ ചെറിയ രീതിയിൽ അണ്ടർപാസ് ആണ്. ഇപ്പൊ നമ്മൾ ഏതാണ്ട് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്തുള്ള ഒരു അണ്ടർപാസ് ആണിത്. അത് വളരെ ചെറിയ അണ്ടർപാസ് ആണ് ഞാൻ കണ്ടത്. അത് വലിയൊരു സൗകര്യമില്ലാത്ത ചെറിയ താഴ്ച കുറഞ്ഞ, അതായത് ഹൈറ്റ് കുറഞ്ഞ വാഹനങ്ങളൊക്കെ പോകാനും തരത്തിലുള്ള ഒരു അണ്ടർപാസ്. ഇപ്പൊ കാണുന്നുണ്ടാവും ചെറിയ സർവീസ് റോഡ് ഉയർന്നിട്ടും ഒറിജിനൽ റോഡ് താഴ്ന്നിട്ടുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മൊത്തം ലെവലൈസ് ചെയ്തുകൊണ്ടാണ് റോഡ് പോകുന്നത്. അതായത് ഒരു കൂടുതൽ ഉയരവും ഉണ്ടാവില്ല, അതായത് കയറ്റങ്ങളും ഉണ്ടാവില്ല, കൂടുതൽ ഇറക്കങ്ങളും ഉണ്ടാവില്ല, എല്ലാം ലെവലാക്കിക്കൊണ്ടാണ് ഈ യാത്ര ഉണ്ടാവുക. അത് മെയിൻ റോഡിന്റെ സർവീസ് റോഡ് പലതരത്തിലായിരിക്കും. ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, സർവീസ് റോഡിന്റെയും മെയിൻ റോഡിന്റെയും ഹൈറ്റ് വ്യത്യാസം. അതായത് ഏതാണ്ട് ഒരു 2 നില ബിൽഡിങ്ങിന്റെ ഉയരത്തിലൂടെയാണ് ഈ ഭാഗത്തൂടെയൊക്കെ പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു ധർമ്മശാല എത്തുന്നതിന് മുന്നേ ഉള്ള ആ ഒരു നല്ല താഴ്ചയുള്ള ഒരു കുഴി ഉണ്ടായിരുന്നു, അതായത് കയറി ഇറങ്ങുന്ന ഒരു കുഴി. ആ കുഴിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ കുഴിന്റെ അവിടെ നിറയെ മണ്ണിട്ട് കൊണ്ടാണ് ഈ ഒരു ഭാഗം ഉയർത്തി നല്ല രീതിയിൽ വാഹനം നമ്മൾ ബൈപ്പാസ് അല്ല ഹൈവേയിലൂടെ പോകുമ്പോൾ, മെയിൻ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള കയറ്റം ഇറക്കം ഒന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് ഇതൊരു സർവീസ് റോഡ് വഴിയാണെങ്കിൽ ആ നാട്ടിലെ തന്നെ ഘടനയോടുകൂടി തന്നെ ആയിരിക്കും സർവീസ് റോഡ് ഉണ്ടാവുക. അതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടില്ല. കാരണം വെച്ചാൽ വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊക്കെ കുറെ ഒഴിഞ്ഞു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളേതാണ്ട് ധർമ്മശാല എത്താറായിട്ടുണ്ട്. ധർമ്മശാല എത്തുമ്പോൾ തന്നെ പറയാനുള്ള, ധർമ്മശാല എന്ന് പറയുന്നത് സംസ്ഥാന ഭൂപടത്തിൽ തന്നെ കാര്യമായൊരു ജംഗ്ഷനാണ്. കാരണം പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ ഒരു എന്താ പറയാ, എല്ലാവർക്കും അറിയുന്നത്, കേരളമൊട്ടും അറിയുന്ന പറശ്ശിനിക്കടവ് മടപ്പുര എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കുള്ള ഒരു ഡീവിയേഷൻ. അപ്പൊ അവിടെ എന്തായാലും ഒരു കാര്യമായ ഫ്ലൈ ഓവർ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ അതിന്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം കൊണ്ട് ഇവിടെയുള്ള വർക്ക് തീർന്ന് ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കി കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നല്ല മാറ്റങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള വീഡിയോ ഉണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അഭിപ്രായം എഴുതുക, ലൈക്ക് ചെയ്യുക, താല്പര്യമില്ലെങ്കിൽ, അതായത് എന്തെങ്കിലും മോശമായിട്ടൊന്നും തോന്നുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുക, ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.